ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ റീസെൻ്റായി റിലീസായ ഒരു ഹൊറർ ത്രില്ലർ മൂവിയായ ഹണി എന്ന മൂവിയുടെ കഥയാണ്. ഒരു അച്ഛൻ കാരണം മകൾക്കും അവന്റെ വൈഫിനും സംഭവിക്കുന്ന കൊടൂരമായ ക്രൂരത. പൂച്ചയെ വെച്ച് ചെയ്യുന്ന ബ്ലാക്ക് മാജിക്കിനായി സ്വന്തം മകളെ ഉപയോഗിക്കുന്ന അച്ഛൻ, അവൾ അതിനായി നേരിടേണ്ടി വരുന്ന ക്രൂരതകൾ. ഒരു പേടിയോടെ മാത്രമേ ഈ മൂവി നമുക്ക് കണ്ടവസാനിപ്പിക്കാൻ പറ്റൂ. മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ വലിയൊരു കാടിന് നടുവിലുള്ള ഒരു ഗുഹയ്ക്കുള്ളിൽ കുറെ ആളുകൾ എന്തൊക്കെയോ റിച്വൽസ് ചെയ്യുന്നതായി കാണിക്കും. പേടിപ്പെടുത്തുന്ന ഒരു വലിയ ശിലയ്ക്ക് മുൻപിലിരുന്നാണ് അവർ ഈ മന്ത്രവിധികൾ ചെയ്യുക. ഒരു സ്ത്രീ വലിയൊരു കല്ലുകൊണ്ട് അതിലൊരാളുടെ തലയിലിടിച്ച് വാർന്നു വരുന്ന രക്തം ഒരു പാത്രത്തിലാക്കുന്നു. ഈ രക്തം അവരുടെ ദൈവത്തിന് മുൻപിൽ വെച്ച് എന്തൊക്കെയോ പൂജകൾ ചെയ്തതിനു ശേഷം ആ രക്തം അവിടെ കൂടിയിരുന്നവർക്ക് പ്രസാദമായി കഴിക്കാനും നൽകും. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന ലളിത എന്നൊരു സ്ത്രീയെയും അവളുടെ മകൾ മീരയെയുമാണ്. അമ്മ, നമ്മുടെ കൂടെ ഹണി വരുമോ എന്നും ഹണിയെ കാണുന്നില്ലല്ലോ എന്നും മീര ലളിതയോട് ചോദിക്കും. ഇത് കേട്ട് വളരെ ഇമോഷണലായി കരയുന്ന ലളിതയെ കാണിച്ച നെക്സ്റ്റ് സീനിൽ ഈ ലളിതയുടെ ഹസ്ബൻഡ് ആനന്ദിനെ അവന്റെ ഓഫീസിലെ സ്റ്റാഫുകൾ എല്ലാവരും കൂടി നല്ല രീതിയിൽ മർദ്ദിക്കുന്നത് കാണിക്കും. കാരണം ആനന്ദിന്റെ ക്യാബിനിൽ നിന്നും ബ്ലാക്ക് മാജിക് ചെയ്യാനായി ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ മറ്റു സ്റ്റാഫുകൾ കണ്ടെടുക്കുന്നു. ആനന്ദിന്റെ ബിഹേവിയർ മറ്റുള്ളവരെ പോലെ ആയിരുന്നില്ല. തങ്ങൾക്കും ഇതിലൂടെ ആപത്ത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കി മറ്റു സ്റ്റാഫുകൾ ആനന്ദിനെ അടിച്ച് പുറത്താക്കുകയും ആ കമ്പനിയിൽ നിന്നും അവനെ പറഞ്ഞു വിടുകയും ചെയ്യുന്നു. ഇത്രയും അടി കൊണ്ടിട്ടും അവരോട് ഒന്നും തന്നെ പറയാതെ ഒരു വൈരാഗ്യത്തോടെ ആനന്ദ് വീട്ടിലേക്ക് പോകും. ലളിത എന്ത് പറ്റിയെന്ന് ആനന്ദിനോട് ചോദിക്കുമ്പോൾ ജോലി പോയ കാര്യം ആനന്ദ് പറയുകയും എല്ലാം ഈ കുഞ്ഞ് കാരണമാണെന്നും ഇവൾ ജനിച്ചതോടെ എനിക്ക് കഷ്ടകാലമാണെന്നും എന്റെ ജോലി വരെയും പോയെന്നുമൊക്കെ അയാളുടെ കുഞ്ഞിനെ നോക്കി അയാൾ പറയുന്നു. കുഞ്ഞിന് എന്തറിയാം, ഇങ്ങനെ പറയരുതെന്ന് ലളിത പറയുമെങ്കിലും ആനന്ദിന് കുഞ്ഞിനോട് ദേഷ്യം മാത്രമാണ് ഉണ്ടായിരുന്നത്. വളരെ ദേഷ്യത്തോടെ പൂജാമുറിയിലെത്തി ദൈവത്തിന്റെ ഫോട്ടോസ് എല്ലാം എടുത്തു മാറ്റിയതിനു ശേഷം അവിടെ നാവൊക്കെ പുറത്തേക്ക് നീട്ടി നിൽക്കുന്ന ഒരു പ്രത്യേക ആഭിചാര ദൈവത്തിന്റെ ശില വെക്കുകയും എന്തൊക്കെയോ മന്ത്രം ചൊല്ലി ആനന്ദം നാവൊക്കെ പുറത്തേക്ക് നീട്ടി ആകെ വിയേഡായി പെരുമാറുകയും ചെയ്യും. അവിടെ സീൻ കട്ട് ചെയ്ത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുക. അവരുടെ മകൾ മീര വളർന്ന ഒരു പെൺകുട്ടിയായിരിക്കുന്നു. ലളിതയാണെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു സ്കൂളിൽ ടീച്ചറായിട്ടാണ് ജോലി ചെയ്യുന്നത്. ആനന്ദാണെങ്കിൽ ജോലിക്കൊന്നും പോകാതെ ആ തന്ത്രവിധികൾ മാത്രമാണ് ചെയ്യുക. തനിക്ക് തന്നെ വീട്ടു ചെലവുകളും മീരയുടെ പഠിത്തവും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെന്നും എവിടെയെങ്കിലും ജോലിക്ക് പോകാനും ലളിത പറയുമ്പോൾ ഞാൻ ഈ റിച്വൽസ് ചെയ്ത് കോടികൾ സമ്പാദിക്കുമെന്നും നിനക്കിതൊക്കെ ഒറ്റയ്ക്ക് പറ്റുന്നില്ലെങ്കിൽ മീരയുടെ പഠിത്തം നിർത്തി അവളെ വീട്ടിലിരുത്താനുമാണ് ആനന്ദ് പറയുക. ഇത് കേട്ട് ദേഷ്യം വരുന്ന ലളിത നിന്റെ പൂജയ്ക്കും ആഭിചാരത്തിനുമൊക്കെ നീ തന്നെ സമ്പാദിക്കണമെന്ന് ദേഷ്യത്തോട് പറയുന്നു. ജോലിക്ക് പോകുന്നതിന്റെ അഹങ്കാരം നീ എന്റെ അടുത്ത് കാണിക്കരുതെന്ന് പറഞ്ഞ് ആനന്ദ് നല്ല രീതിയിൽ അവളെ അടിക്കുന്നുണ്ട്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ആനന്ദ് എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലുകയും വിയേഡായ രീതിയിൽ പെരുമാറുകയും ചെയ്യും. ഇതെല്ലാം ശ്രദ്ധിക്കുന്ന നാട്ടുകാർ ആനന്ദ് വീട്ടിൽ ബ്ലാക്ക് മാജിക് ചെയ്യുകയാണെന്നും ദുർമന്ത്രവാദിയായ ഇവനെ പറഞ്ഞു വിടണമെന്നും പറഞ്ഞ് ഹൗസ് ഓണറുമായി വഴക്കിടുന്നു. ഇതിനാൽ ഇന്ന് തന്നെ എങ്ങോട്ടെങ്കിലും വീട് മാറി പൊയ്ക്കോളാനും ഹൗസ് ഓണർ അവർക്ക് വാണിംഗ് നൽകും. അങ്ങനെ ആ നാട്ടുകാരെ പേടിച്ച് ആനന്ദ് ഫാമിലി മറ്റൊരു നാട്ടിലേക്ക് മാറി താമസിക്കുന്നു. അവർ താമസിക്കുന്ന വീടിനടുത്ത് ഒരു പാട്ട് ടീച്ചർ ഉണ്ടായിരുന്നു. പാട്ട് പഠിക്കണമെന്ന മീരയുടെ ആഗ്രഹത്തെ തുടർന്ന് ലളിത അവിടെ മീരയെ പാട്ട് പഠിപ്പിക്കാനും ചേർക്കുന്നു. നാട് മാറി വന്നിട്ടും ആനന്ദിന് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. പതിവ് പോലെ തന്നെ അവൻ രാത്രി റിച്വൽസ് ചെയ്തിരുന്നു. ഒരു ദിവസം രാത്രി ആനന്ദ് ആരോടോ സംസാരിക്കുന്നത് ലളിത കേൾക്കും. 20 ദിവസത്തിനുള്ളിൽ റെഡിയാകുമെന്നും പോയി മേടിക്കണമെന്നും സാരംഗപാണി എന്നയാൾ ആനന്ദിനോട് പറയുന്നു. എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്നും എൻ്റെ വൈഫ് സമ്മതിച്ചാൽ മതിയെന്നും ആനന്ദ് പറയുമ്പോൾ അതൊക്കെ പറഞ്ഞ് സമ്മതിപ്പിക്കാനും എത്ര പണം വേണമെങ്കിലും തരാൻ ഞാൻ തയ്യാറാണെന്നും സാരംഗപാണി പറയും. ഇതിലൂടെ ധാരാളം പണവും സ്ഥാനവും നേടാമെന്നും അതിന് നിന്റെ മകളെ മാത്രം മതിയെന്നും സാരംഗപാണി പറയുന്നുണ്ട്. അതിനുശേഷം അവർ രണ്ടുപേരും വളരെ വിയേഡായ രീതിയിൽ എന്തൊക്കെ ആഭിചാര ക്രിയകളും ചെയ്യുന്നുണ്ട്. സാരംഗപാണി പോയതിനു ശേഷം ലളിത ഈ കാര്യത്തെക്കുറിച്ച് ആനന്ദിനോട് ചോദിക്കും. നീ എല്ലാം കണ്ടോ എന്ന് ആനന്ദ് ചോദിക്കുമ്പോൾ കണ്ടെന്നും മീരയെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യാനാണ് പ്ലാൻ എന്നും അവൾ ദേഷ്യത്തോടെ ചോദിക്കുന്നു. ശബ്ദം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ് ആനന്ദ് അവളെ അതിക്രൂരമായി അടിക്കുന്നുണ്ട്. ഇത് കണ്ട മീരയും എഴുന്നേറ്റ് അമ്മയെ അടിക്കരുതെന്ന് പറഞ്ഞ് കരയുന്നു. ശബ്ദം കേട്ട് തൊട്ടടുത്ത് താമസിക്കുന്ന ആ പാട്ട് ടീച്ചറും അവരുടെ ഹസ്ബൻഡും അവിടെ എത്തി എന്താണ് പ്രശ്നമെന്ന് ചോദിക്കും. സാധാരണ ഒരു ഫാമിലിയിലുള്ള പ്രശ്നങ്ങളെ ഉള്ളെന്ന് ആനന്ദ് പറയും. എന്നാൽ പേടിയോടെ നിൽക്കുന്ന മീരയെ നോക്കി ഇന്നിവൾ ഞങ്ങളുടെ വീട്ടിൽ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ആ നെയ്ബേഴ്സ് അവളെയും കൂട്ടി പോകുന്നു. നെക്സ്റ്റ് ഡേ മീര അമ്മയെ കെട്ടിപ്പിടിച്ച് ഇനി അച്ഛനും അമ്മയും വഴക്കിടരുതെന്നും എന്നെ ആ വീട്ടിലേക്ക്
വീട്ടിലേക്ക് ഇനി പറഞ്ഞു വിടരുതെന്നും പറയും. അതെന്താണെന്ന് ലളിത ചോദിക്കുമ്പോൾ ആ പാട്ട് ടീച്ചറുടെ ഹസ്ബൻഡ് മീരയോട് മിസ്ബിഹേവ് ചെയ്തെന്ന് ആ കുട്ടി പറയുന്നു. ഇത് കേട്ട് ലളിത കരഞ്ഞുകൊണ്ട് മീരയെ കെട്ടിപ്പിടിക്കും. മീരയെ ഓർത്ത് ആനന്ദമായുള്ള പിണക്കങ്ങളൊക്കെ മാറ്റി നല്ല രീതിയിൽ പോകാൻ ലളിത തീരുമാനിക്കുന്നു. മീരയ്ക്ക് വേണ്ടി വഴക്കൊന്നുമില്ലാതെ നമുക്ക് നന്നായി ജീവിക്കണമെന്ന് ലളിത പറയുമ്പോൾ ഒരു കാര്യം ചെയ്യണം, അത് ചെയ്താൽ പിന്നെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നും ആനന്ദ് പറയും. എന്താണ് ചെയ്യേണ്ടത്? മീരയ്ക്ക് വേണ്ടി, നമ്മുടെ സന്തോഷകരമായ ജീവിതത്തിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് ലളിത പറയും. എങ്കിൽ എനിക്ക് ഒരിടം വരെ പോകാനുണ്ടെന്നും ഒരു 10 ദിവസത്തിനുള്ളിൽ ഞാൻ തിരിച്ചു വരും, അപ്പോൾ എല്ലാം വിശദമായി പറയാമെന്നുമാണ് ആനന്ദ് പറയുക. എങ്കിൽ ആ 10 ദിവസം ഞങ്ങളെ ഗുരുജിയുടെ ആശ്രമത്തിൽ കൊണ്ടുപോയി വിടാൻ ലളിത ചോദിക്കുന്നത് കൊണ്ട് ആനന്ദും അതിന് സമ്മതിക്കും. അങ്ങനെ ആനന്ദ് അവരെ ഗുരുജിയുടെ ആശ്രമത്തിലാക്കുന്നു. അവിടെ അവരെ ഹെൽപ്പ് ചെയ്യാൻ കൃഷ്ണൻ എന്നൊരാളുണ്ടായിരുന്നു. ആനന്ദും സാരംഗപാണിയും കൂടി കാടിനുള്ളിൽ നിന്നും എന്തൊക്കെയോ പൂജകളൊക്കെ ചെയ്യുന്നതായി കാണിക്കും. കൃഷ്ണനുമായി മീരയും ലളിത നല്ല ഫ്രണ്ട്ഷിപ്പിലാകും. കൃഷ്ണന് സ്വന്തമായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ കൃഷ്ണൻ അവരോട് പറയുമ്പോൾ എന്നെ സ്വന്തം സിസ്റ്ററായി കണ്ടോളാനും ഇവിടെ നിന്നും പോയാലും ഞങ്ങൾ വീണ്ടും വരുമെന്നും ലളിത അയാളോട് പറയുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരെ കൂട്ടിക്കൊണ്ടു പോകാൻ ആനന്ദ് തിരിച്ചു വരും. സാരംഗപാണി നമുക്കായി വലിയൊരു വീട് തന്നെ തന്നിട്ടുണ്ടെന്നും ജോലിക്കാരെ വരെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നും നമുക്ക് അവിടേക്ക് പോകാമെന്നും ആനന്ദ് പറയും. മീരയ്ക്ക് വേണ്ടി ആനന്ദിനൊപ്പം പോകാൻ ലളിതയും സമ്മതിക്കുന്നു. ആ വീടിനുള്ളിലെ ഒരു റൂം മാത്രം അവർ കറുത്ത ഷീറ്റ് കൊണ്ട് കവർ ചെയ്യുകയും ആ റൂമിനുള്ളിൽ എന്തോ ബ്ലാക്ക് മാജിക് ചെയ്യാനായി തയ്യാറാക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യാനായി തനിക്ക് മീരയെ വേണമെന്നും ഒറ്റത്തവണ മതി, അവൾക്ക് ഒരു കുഴപ്പവും വരാതെ നോക്കിക്കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് ലളിതയെ കൺവിൻസ് ചെയ്ത് മീരയുമായി സാരംഗപാണിയും ആനന്ദും ആ രാത്രിയിൽ ഒരു കാടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ എത്തുന്ന അവർക്ക് ഒരു ചാക്ക് ഒരാൾ കൈമാറുന്നുണ്ട്. ആ ചാക്ക് മീര തന്നെ പിടിക്കണമെന്നും ഒരു കാരണവശാലും കൈമാറാൻ പാടില്ലെന്നും അയാൾ പറയുന്നുണ്ട്. ആ ചാക്കിനുള്ളിൽ ജീവനുള്ള എന്തോ ആണെന്ന് മനസ്സിലാക്കി പേടിച്ച് മീര ചാക്ക് മേടിക്കാൻ മടിക്കുമെങ്കിലും ആനന്ദ് ഭീഷണിപ്പെടുത്തി ആ ചാക്ക് അവളെ കൊണ്ട് മേടിപ്പിക്കും. അങ്ങനെ അവർ ആ ചാക്കുമായി തിരിച്ച് വീട്ടിലെത്തുന്നു. വീട്ടിലെത്തിയ മീരയെ അവർ ആ റൂമിലെത്തിക്കും. ആ ചാക്കിനുള്ളിൽ ഒരു പൂച്ചക്കുട്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. ആ പൂച്ചയെ അവിടെ ലോക്ക് ചെയ്തിടുകയും മീരയെയും ആ റൂമിനുള്ളിലാക്കി അവർ പുറത്തുനിന്ന് ഡോർ പൂട്ടുകയും ചെയ്യുന്നു. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നോ എങ്ങനെയാകുമെന്നോ ലളിതയ്ക്കും മീരയ്ക്കും ഒരു പിടുത്തവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. പൂച്ച ഉച്ചത്തിൽ കരയുന്ന ശബ്ദം കേട്ട് ഇതാണ് ആ നേരമെന്ന് മനസ്സിലാക്കി ആ പൂച്ചയുടെ കഴുത്തിൽ കയറ് കുരുക്കി കെട്ടിത്തൂക്കാൻ ആനന്ദ് മീരയോട് പറയും. ചെയ്യേണ്ട വിധമൊക്കെ ആ കുട്ടിയെ അവർ നേരത്തെ തന്നെ പഠിപ്പിച്ചിരുന്നു. മീര അതിനെ കെട്ടിത്തൂക്കുമ്പോൾ തന്നെ ഗർഭിണിയായിരുന്ന ആ പൂച്ചയുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞുങ്ങൾ താഴേക്ക് വീഴും. ഇതെല്ലാം ആനന്ദും സാരംഗപാണിയും ജനലിലൂടെ നോക്കിക്കാണും. ഇതൊക്കെ കാണുന്ന ലളിതയ്ക്ക് ഫിക്സ് പോലെ വരികയും അവൾ ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നു. അത്രയ്ക്കും ക്രൂരമായ കാര്യങ്ങളായിരുന്നു ആനന്ദ് സ്വന്തം മകളെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. ആ പൂച്ച ചത്തതിനു ശേഷം നിലത്ത് കിടന്നിരുന്ന പൂച്ചയുടെ ബ്ലഡൊക്കെ ഒരു പാത്രത്തിലാക്കി തുണി കൊണ്ട് കെട്ടിയതിനു ശേഷം അവരുടെ ദൈവത്തിന് മുൻപിൽ വെച്ച് വളരെ ശബ്ദത്തോടെ എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങുന്നു. അവരെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്ന രവണ എന്ന സ്ത്രീ ആഭിചാരങ്ങൾ ചെയ്തിരുന്നവളാണ്. വളരെ റഫായ രീതിയിലായിരുന്നു ഈ രവണ മീരയോടും ലളിതയോടും പെരുമാറിയിരുന്നത്. ഈ ബ്ലാക്ക് മാജിക്കിലേക്ക് പല ആളുകളെ ആകർഷിപ്പിക്കുകയും പണവും സ്ഥാനങ്ങളും നേടാമെന്ന് പറഞ്ഞ ക്യാഷ് മേടിച്ച് പലവർക്കായി സ്വന്തം മകളെ വെച്ച് ഇത് ചെയ്ത് നൽകാനുമായിരുന്നു ആനന്ദിന്റെ പ്ലാൻ. എന്നാൽ ഇതിനൊക്കെ ലളിത തടസ്സമാകുമെന്ന് മനസ്സിലാക്കി അവളുടെ മെന്റൽ സ്റ്റെബിലിറ്റി തന്നെ നശിപ്പിക്കാനും അവളെ അബ്നോർമൽ ആക്കാനുമായി ഒരു ഡോക്ടറിനെ വിളിച്ചു വരുത്തുകയും അതിനായി ലളിതയ്ക്ക് മരുന്ന് ഇഞ്ചക്ട് ചെയ്യുകയും ചെയ്യും. ഓരോ ദിവസവും അവൾ അബ്നോർമൽ ആകാനുള്ള ഇഞ്ചക്ഷൻ നൽകി ഉറങ്ങാനുള്ള മരുന്ന് കുത്തിവെച്ച് ഒരു ഭ്രാന്തിയെ പോലെ ലളിതയെ അവർ ഒരു റൂമിനുള്ളിൽ പൂട്ടിയിടുന്നു. ലളിത ഒരു ഭ്രാന്തിയെ പോലെ അലറുകയും കരയുകയും തനിയെ സംസാരിക്കുന്നതുമൊക്കെ മീരയും ജനലിലൂടെ കാണും. അമ്മയ്ക്ക് സുഖമില്ലെന്നും ഉടനെയെല്ലാം മാറിക്കൊള്ളുമെന്നും പറഞ്ഞ് ആനന്ദ് മീരയെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ദിവസവും മുന്നോട്ട് പോകുന്തോറും മീരയെ കൊണ്ട് ഇവർ ഈ ബ്ലാക്ക് മാജിക് ചെയ്തു പോന്നു. മീരയ്ക്ക് പീരിയഡ്സ് ആയാൽ പിന്നെ അവളെ കൊണ്ട് ഈ റിച്വൽസ് ചെയ്യാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കി അവൾക്ക് പീരിയഡ്സ് ആകാതിരിക്കാനുള്ള ഇഞ്ചക്ഷനും ആ ഡോക്ടർ ഓരോ മാസത്തിലും അവൾക്ക് കൊടുത്തിരുന്നു. എന്നാൽ ഒരു ദിവസം രാത്രി അവളുടെ അതേ രൂപത്തിലുള്ള ഒരു പൂച്ചക്കുട്ടിയെ അവൾ കാണാൻ തുടങ്ങും. ആദ്യം ആ രൂപം കണ്ടവൾ പേടിക്കുമെങ്കിലും ഞാൻ നിന്റെ ഫ്രണ്ടാണെന്നും നിനക്ക് ഇഷ്ടമുള്ള ഒരു പേരെന്നെ വിളിച്ചോളാനും ആ രൂപം മീരയോട് പറയുന്നു. മീര ആ രൂപത്തിന് ഹണി എന്ന് പേര് വയ്ക്കും. മറ്റാരും മിണ്ടാൻ പോലും കൂടെയില്ലായിരുന്ന മീരയ്ക്ക് ഹണിയുടെ വരവ് ഒരാശ്വാസമായി തോന്നും. ഹണി ചിലപ്പോൾ മീരയുടെ ഒരു ഹാലുസിനേഷനും മാത്രമാകാം. മീരയുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം മീര തന്റെ ഇമാജിനേഷൻ ഫ്രണ്ടായ ആ ഹണിയോട് പറയുന്നുണ്ട്. ഇതിനിടയിൽ ആനന്ദും രവണയും റിലേഷൻഷിപ്പിലാകുന്നുണ്ട്. ആനന്ദ് പൂർണ്ണമായും ലളിതയെ ഒഴിവാക്കി ആഭിചാരം ചെയ്യുന്ന രവണയുമായി ജീവിക്കാൻ തുടങ്ങും. നിനക്ക് അമ്മയെ
അമ്മയെ കാണണമെന്ന് വലിയ ആഗ്രഹമല്ലേ, നമുക്ക് അമ്മയുടെ അടുത്ത് പോകാമെന്ന് ഹണി മീരയോട് പറയും. അമ്മയുടെ റൂമിന്റെ കീയും ഹണി മീരയ്ക്ക് കാണിച്ചു കൊടുക്കും. എന്നാൽ ഡോറിന്റെ വിടവിലൂടെ അമ്മയെ കണ്ട് പേടിച്ച് വാതിൽ തുറക്കാൻ നിൽക്കാതെ മീര തിരിച്ചു പോകുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നു പോകും. ഹോർമോണൽ ഇഞ്ചക്ഷൻ എടുക്കുന്നതിനാൽ മീര ആകെ വികൃത രൂപമാകും. അതുപോലെ തന്നെ ലളിതയും ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്തെല്ലാം മുഴു ഭ്രാന്തിയെ പോലാകും. എന്നെ സ്കൂളിൽ വിടാനും എന്റെ ഫ്രണ്ട്സിനെ കാണണമെന്നും മീര വാശി പിടിക്കുമ്പോഴെല്ലാം നിന്നെ സ്കൂളിൽ വിടാമെന്ന് വെറുതെ ആനന്ദ് അവൾക്ക് വാക്കു നൽകും. അങ്ങനെ വളരെ ക്രൂവലായി അവരെല്ലാവരും കൂടി ലളിതയെയും മീരയെയും ആ വീടിനുള്ളിൽ അടച്ചിട്ട് പീഡിപ്പിക്കുന്നു. അങ്ങനെ ഒരു നാൾ ഗുരുജിയുടെ ആശ്രമത്തിലെ കൃഷ്ണൻ ലളിതയെയും മീരയെയും അന്വേഷിച്ച് അവർ നൽകിയ അഡ്രസ്സിലെത്തും. എന്നാൽ ഒന്നൊന്നര വർഷമായി അവർ താമസം മാറിപ്പോയെന്നാണ് അറിയാൻ കഴിയുക. അവിടെ സീൻ കട്ട് ചെയ്ത് ബ്ലാക്ക് മാജിക് ചെയ്ത് നൽകി ക്യാഷ് സമ്പാദിക്കുന്ന ആനന്ദും സാരംഗപാണിയും കൂടി ഒരു വലിയ ബിസിനസ്മാനെ കാണാനെത്തുന്നു. ഇവർ നടത്തുന്ന റിച്വൽസിനെ കുറിച്ച് വ്യക്തമായി അയാൾക്ക് അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഷഷ്ടി ദേവത കാര്യസിദ്ധിയുടെ ദേവതയാണ്. ആ ദേവതയുടെ വാഹനമാണ് പൂച്ച. ആ പൂച്ചയുടെ ശക്തി കിട്ടുന്ന ആളിന് മറ്റുള്ളവരെല്ലാവരും അടിമകളായിരിക്കും. ഇതുകൂടാതെ ധാരാളം പണവും പ്രശസ്തിയും എല്ലാം ലഭിക്കും. പൂച്ചയുടെ ആ ശക്തി കിട്ടണമെങ്കിൽ പൂച്ച കുഞ്ഞുങ്ങൾ അമ്മ പൂച്ചയിൽ നിന്ന് പുറത്തു വരുന്ന സമയം അമ്മ പൂച്ചയെ കൊന്ന് അതിന്റെ ബ്ലഡ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൊണ്ട് കുടത്തിനുള്ളിലാക്കി പൂജ നടത്തി ഈ കുടം വീടിന്റെ തെക്കുവശത്ത് കുഴിച്ചിട്ടതിനു ശേഷം അതിനു മുകളിൽ ഒരു കള്ളിമുൾ ചെടി നടണം. ആ ചെടി വളരുന്നതിനനുസരിച്ച് പണവും പ്രശസ്തിയും എല്ലാം ലഭിക്കുമെന്നും സാരംഗപാണി പറയും. ഇതിലൊക്കെ ആകൃഷ്ടനായ ആ ബിസിനസ്മാനും ആ പൂജ നടത്താനായി പറഞ്ഞ പണം നൽകുന്നുണ്ട്. അങ്ങനെ പിന്നെയും പിന്നെയും പലരെയും കണ്ട ബ്ലാക്ക് മാജിക് തുടർന്നു പോകുന്നു. ഇങ്ങനെ മീരയുടെ നില അതീവ ഗുരുതരമാകുമ്പോൾ സാരംഗപാണിയും ആനന്ദും കൂടി മറ്റൊരു പെൺകുട്ടിയെ തിരഞ്ഞു പോകും. അവർ പോയതിനു ശേഷം ആരോ വാതിലിൽ തട്ടുന്നത് കേട്ട് രമണ ഡോർ ഓപ്പൺ ചെയ്യുന്നതായി കാണിച്ച നെക്സ്റ്റ് സീനിൽ തിരിച്ചെത്തിയ സാരംഗപാണിയും ആനന്ദും രമണ മിസ്സിംഗ് ആണെന്ന് മനസ്സിലാക്കും. രമണ എവിടെയാണെന്ന് അവർ മീരയോട് ചോദിക്കുമ്പോൾ തനിക്ക് അറിയില്ലെന്നാണ് മീര പറയുക. അവർ ആഗ്രഹിച്ചതുപോലെ മീരയ്ക്ക് പകരമായി അവർക്ക് മറ്റൊരു പെൺകുട്ടിയെ കിട്ടുന്നുണ്ട്. ആ പെൺകുട്ടിയെയും ഇതുപോലെ ഒരു പൂച്ചക്കുട്ടിയോടൊപ്പം മുറിക്കുള്ളിൽ പൂട്ടിയിടുന്നു. ആനന്ദും സാരംഗപാണിയും വീട്ടിലില്ലാത്ത സമയം നോക്കി ഹണി നമുക്ക് അമ്മയോട് സംസാരിക്കാമെന്ന് മീരയോട് പറയുന്നു. എനിക്ക് അമ്മയോട് സംസാരിക്കാൻ പേടിയാണെന്ന് മീര പറയുമ്പോൾ എന്തായാലും നമുക്ക് അമ്മയോട് സംസാരിക്കണമെന്ന് പറഞ്ഞ ഹണി മീരയുമായി ലളിതയുടെ റൂമിലെത്തും. കുറെ വർഷങ്ങൾക്ക് ശേഷം മകളെ കണ്ട സന്തോഷത്തിൽ ലളിത വളരെ ഇമോഷണൽ ആകുന്നു. അമ്മ എനിക്ക് പറ്റുന്നില്ല, നമുക്ക് എവിടെയെങ്കിലും പോകാമെന്ന് മീര പറയുമ്പോൾ നമുക്ക് പോകാം, എവിടെയെങ്കിലും പോകാമെന്ന് ലളിതയും പറയും. ഇതിനിടയിൽ മീര ഹണിയോട് സംസാരിക്കുന്നു. നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് ലളിത ചോദിക്കുമ്പോൾ അവൾ തന്റെ ഇമാജിനറി ഫ്രണ്ടായ ഹണിയെ കുറിച്ച് അമ്മയോട് പറയുന്നുണ്ട്. ഈ പൂജയ്ക്കായി അവളെ ഉപയോഗിച്ച് തന്റെ മകളുടെ മാനസിക നില തകരാറിലായെന്ന് ലളിത തിരിച്ചറിയുന്നു. അവളെ സമാധാനിപ്പിക്കാനായി എനിക്കും ഹണിയെ കാണാൻ പറ്റുന്നുണ്ടെന്ന് ലളിത പറയും. എന്നാൽ അമ്മ നുണ പറയുകയാണെന്ന് ഹണി മീരയോട് പറയുന്നു. അച്ഛനെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഹണി മീരയോട് ചോദിക്കും. ഇതേ ചോദ്യം മീര ലളിതയോടും ചോദിക്കുന്നു. എന്റെ ഈ അവസ്ഥയിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ലെന്ന് കരഞ്ഞുകൊണ്ട് ലളിത മീരയോട് പറയുന്നു. എന്നെ രക്ഷിക്കണം അമ്മ, എനിക്കിനി വയ്യെന്ന് വളരെ ദയനീയമായ അവസ്ഥയിൽ അവൾ അമ്മയോട് കരഞ്ഞു പറയും. അവിടെ സീൻ കട്ട് ചെയ്ത നെക്സ്റ്റ് സീനിൽ ആനന്ദ് കുടിക്കുന്ന വെള്ളത്തിൽ മീര ടാബ്ലറ്റ് കലർത്തി വെക്കും. ഇതൊന്നും അറിയാതെ മദ്യത്തിനൊപ്പം ആ വെള്ളം മിക്സ് ചെയ്ത് കുടിക്കുന്ന ആനന്ദ് ബോധം കെട്ട് സോഫയിലേക്ക് മറിഞ്ഞു വീഴുന്നു. ആനന്ദിന്റെ ബോധം പോയെന്ന് മനസ്സിലാക്കി മീരയും ലളിതയും കൂടി അയാളെ വലിച്ചിഴിച്ച് അയാൾ റിച്വൽസ് നടത്തുന്ന ദൈവത്തിന്റെ മുന്നിലിട്ട് വിളക്ക് കൊണ്ട് ആനന്ദിന്റെ തലയിൽ അടിച്ചു പൊട്ടിക്കുന്നു. കാലി തീരുവോളം ലളിത അവനെ അടിച്ചടിച്ചു കൊല്ലും. ലളിതയുടെയും മീരയുടെ ശരീരത്തിൽ മുഴുവനും ബ്ലഡ് തെറിക്കുന്നുണ്ട്. ഈ സീനായിരുന്നു മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചത്. ആനന്ദിനെ കൊന്നതിന് ശേഷം അയാൾ ആരാധിച്ച പൂജാമുറി അവർ കത്തിച്ചു കളയും. അവർ പിടിച്ചുകൊണ്ടുവന്ന ആ പെൺകുട്ടിയെയും പൂച്ചക്കുട്ടിയെയും അവർ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നു. എല്ലാം കഴിഞ്ഞെന്ന് വളരെ സന്തോഷത്തോടെ ലളിത മീരയോട് പറയുന്നിടത്ത് സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ആ വീട്ടിൽ നടന്ന കാര്യങ്ങൾ അറിഞ്ഞ് പോലീസും മീഡിയ അവിടെ എത്തുന്നതാണ് കാണിക്കുക. അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയ ആ പെൺകുട്ടിയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ പോലീസിനെ അറിയിച്ചത്. അവർ ലളിതയെ അറസ്റ്റ് ചെയ്യുന്നു. ആ വീടിന്റെ പരിസരത്തു നിന്നും ഒരുപാട് പൂച്ചയുടെ അസ്ഥികൂടങ്ങൾ അവർ കുഴിച്ചെടുക്കുന്നു. ആക്ച്വലി എന്താണ് സംഭവിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് പോലീസുകാർ ലളിതയോട് ചോദിക്കും. തനിക്കും തന്റെ മകൾക്കും നടന്ന കാര്യങ്ങളെല്ലാം ലളിത അവരോട് തുറന്നു പറയുകയും ആനന്ദിനെ താനാണ് കൊന്നതെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. പോലീസ് കൃഷ്ണനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം രമണ മിസ്സിംഗ് ആകുന്ന അന്ന് ആ വീട്ടിലെത്തുന്നത് കൃഷ്ണനാണ്. ലളിതയുടെ പുതിയ അഡ്രസ്സ് കണ്ടെത്തി കൃഷ്ണൻ ആ വീട്ടിലെത്തും. ലളിതയെ ഒന്ന് കാണാൻ വന്നതാണെന്ന് കൃഷ്ണൻ രമണയോട് പറയുമ്പോൾ ലളിതയ്ക്ക് ഒട്ടും സുഖമില്ലെന്നും ഇപ്പോൾ കാണാൻ കഴിയില്ലെന്നുമാണ് രമണ പറയുക. എന്നാൽ ഒന്ന് ശരിക്കും നടക്കാൻ പോലും കഴിയാതെ വരുന്ന മീരയെ കണ്ട് കൃഷ്ണൻ ഷോക്ക്ഡ് ആകും. അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലാകും. തനിക്ക് ഒരു തവണ ലളിതയെ കാണണമെന്ന് കൃഷ്ണൻ പറയുമ്പോൾ ശരി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ രമണ ലളിതയുടെ റൂമിലെത്തി അവൾക്ക് മയങ്ങാനുള്ള ഇഞ്ചക്ഷൻ എടുക്കുന്നു. എന്നാൽ പെട്ടെന്ന് ലളിത അവളുടെ കയ്യിൽ കെട്ടിയിരുന്ന ചങ്ങല കൊണ്ട് രമണയുടെ കഴുത്ത് മുറുക്കി അവളെ കൊല്ലുന്നു. ശബ്ദം കേട്ട് അവിടെ ഇരുന്ന കൃഷ്ണനോട് അവർ നടന്ന കാര്യങ്ങളൊക്കെ പറയും. അവരെ രക്ഷപ്പെടുത്താൻ കഴിയില്ലെന്ന് മനസ്സിലാക്കുന്ന കൃഷ്ണൻ
രമണി ഡെഡ് ബോഡി ആ പറമ്പിൽ തന്നെ കുഴിച്ചുമൂടി അവരെ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെയാണ് കൃഷ്ണനും പോലീസ് കസ്റ്റഡിയിലാക്കുന്നത്. ലളിതയുടെ തുറന്ന പറച്ചിലെല്ലാം കേട്ടതിനു ശേഷം ശരി മീര എവിടെയാണെന്ന് പോലീസ് അവളോട് ചോദിക്കും. മീരയെന്ന് കേൾക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ സത്യം അവൾ തുറന്നു പറയും. അവൾ ഇനിയെങ്കിലും സമാധാനത്തോടെ ഇരിക്കണം, അതിനെ ഞാൻ അവളെ പറഞ്ഞയച്ചെന്നും ലളിത പറയും. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായി അവളെയും ലളിത കൊന്നിരുന്നു. മീരയെക്കുറിച്ചുള്ള ആ അമ്മയുടെ നല്ല ഓർമ്മകളെ കാണിച്ച് ഈ മൂവിയും അവസാനിക്കും. ഈ മൂവിയും ഇതിന്റെ കഥയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു കഥയുമായി കാണാം. ടാറ്റ.